നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാനായി ആർട്ട് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ബംഗളൂരുവിലേക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട വേദിക്ക് ഏതാണ്ട് 3 കിലോമീറ്റർ അടുത്ത് ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത് അന്ന് വലിയ ആശങ്ക പരത്തിയിരുന്നു. പ്രധാനമന്ത്രി കടന്നു പോകുന്ന പാതയോരത്താണ് ജെലാറ്റിൻ സ്റ്റിക്കുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വലിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം അന്ന് നൽകുകയും ബാംഗ്ലൂർ നഗരം ഒന്നാകെ വലിയ പരിശോധന നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ അന്ന് നടത്തുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ സുരക്ഷ ഉള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സുരക്ഷയുടെ ചുമതലയുള്ള SPG ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്ന സമയത്താണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് അദ്ദേഹത്തിൻ്റെ സന്ദർശന ദിവസം രാവിലെ 7:30 ബംഗളൂരുവിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഭീഷണി സന്ദേശം വന്നിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്രമണമുണ്ടാകുമെന്നും അദ്ദേഹം വന്നിറങ്ങുന്ന HIL എയർപോർട്ടിലും അതുപോലെ തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഇൻ്റർനാഷണൽ സെൻറ്ററിലും സ്ഫോടനം നടക്കുമെന്നുമായിരുന്നു ആ ഭീഷണി സന്ദേശം. ഫോൺ കോളാണ് വന്നത്. ഈ ഫോൺ കോളിനെ ചുറ്റിപ്പറ്റി അന്വേഷണം നടന്നു. അതിൻ്റെ ഭാഗമായി ഒരാൾ പിടിയിലാവുകയും ചെയ്തിരുന്നു. ഈ പിടിയിലായത് ഏതാണ്ട് 42 വയസ്സുകാരനായ ലോഹിത് എന്ന് പറയുന്ന ഒരു യുവാവാണ്. ഈ ഭീഷണി സന്ദേശത്തെ തുടർന്നാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷ ശക്തമാക്കുന്നതും അതിൻ്റെ ഭാഗമായി നടന്ന അന്വേഷണത്തിലുമാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്രമണ ഉദ്ദേശം, ഭീകരാക്രമണ പദ്ധതി ഇതിനുണ്ടായിരുന്നോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ച് തന്നെയാണോ ഈ ആക്രമണം അല്ലെങ്കിൽ ഈ ഒരു ജെലാറ്റിൻ സ്റ്റിക്ക് കണ്ടെത്തിയ സംഭവം ഉണ്ടായത് എന്നിങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ഇത് ഒരു വ്യക്തമായ ഭീകരാക്രമണ പദ്ധതിയാണെന്നും വൻ സ്ഫോടനമുണ്ടാക്കാൻ പ്രധാനമന്ത്രി കടന്നു പോകുന്ന പാതയോരത്തോ അദ്ദേഹം സംസാരിക്കുന്ന വേദിയിലോ വൻ സ്ഫോടനമുണ്ടാക്കാൻ ആരോ ശ്രമിച്ചിരുന്നുവെന്നുമുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ ചില വസ്തുവകകൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഫോറൻസിക് വിദഗ്ധരാണ് ഈ വസ്തുക്കളെല്ലാം കണ്ടെത്തിയത്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളും ടൈമറിൻ്റെ കോമ്പണൻറ്റുകളും ഈ പറയുന്ന ജെലാറ്റിൻ സ്റ്റിക്കിന് സമീപത്തു നിന്നും കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ഫോറൻസിക് പരിശോധന നടത്തി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജെലാറ്റിൻ സ്റ്റിക്കുകളും ഇലക്ട്രോണിക് സർക്യൂട്ടുകളും അതുപോലെ തന്നെ ടൈമർ കമ്പോണൻറ്റുകളും ഒരു ബോംബുണ്ടാക്കാൻ ആവശ്യമായ വസ്തുവകകളാണ്. ഇതിൽ ഡിറ്റനേറ്റർ കൂടി എത്തിയാൽ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഒരു ബോംബായി ഇത് മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിച്ച ഒരു സ്ഫോടനമായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ഫോടന ശ്രമമായിരിക്കാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഈ ഫോൺ കോൾ ചെയ്ത ഭീഷണി സന്ദേശം അയച്ച ഒരു യുവാവിലേക്ക് എത്തിയാൽ, ഇയാൾ നേരത്തെയും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം പോലീസിന് അയച്ചിട്ടുണ്ട്. ഇയാളെ പിടികൂടിയതിൽ നിന്നും അങ്ങനെയാണ് പോലീസിന് മനസ്സിലായത്. നേരത്തെയും ഇയാൾ സമാനമായ കുറ്റകൃത്യത്തിന് പിടിയിലായിട്ടുണ്ട്. ആ സമയമൊക്കെ ഇയാൾ വ്യാജ ബോംബ് ഭീഷണികളാണ് മുഴക്കിയിരുന്നത്. ഇയാൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പരിശോധനയിൽ തെറ്റാണെന്നും വ്യാജമാണെന്നും ഒക്കെ കണ്ടെത്തിയതിനെ തുടർന്ന് പിന്നീട് ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മാനസിക അസ്വാസ്ഥ്യമൊക്കെ പ്രകടിപ്പിച്ചതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഇയാൾ ഒരു മാനസിക രോഗിയാണ് എന്ന് കണ്ടെത്തുകയും പിന്നീട് വിട്ടയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇയാളാണ് വീണ്ടും ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം നൽകുന്നത്. ആ ഭീഷണി സന്ദേശത്തിനൊടുവിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തേതൊരു വ്യാജ ഭീഷണി സന്ദേശമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. കാരണം ഈ ഭീഷണിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കളും ആ ബോംബുണ്ടാക്കാൻ ആവശ്യമായ മറ്റ് കോമ്പണൻറ്റുകളും എല്ലാം കണ്ടെത്തി എന്നുള്ളത് ഗൗരവമായി തന്നെ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എടുത്തിരിക്കുകയാണ്. ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ 42-കാരനായ ലോഹിത് എന്ന യുവാവ് ഒരു IT വിദഗ്ധനാണ്. നിരവധി IT സ്ഥാപനങ്ങൾ ജോലി ചെയ്ത പരിചയവും ട്രാക്ക് റെക്കോർഡും എല്ലാം ഇയാൾക്കുണ്ട്. മാത്രമല്ല ഇപ്പോൾ അയാൾ തൊഴിൽ രഹിതനാണ്. ഇപ്പോൾ അയാൾ ഒരു കമ്പനിയിലും ജോലി ചെയ്യുന്നില്ല. അയാൾ പിന്നെ എന്താണ് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ചത് ഇപ്പോഴും ദുരൂഹമാണ്. അറിയപ്പെടുന്ന IT കമ്പനികളിൽ
ഏജൻസികളിലെല്ലാം ജോലി ചെയ്തിട്ടുള്ള വിദഗ്ധനായ ഒരു IT ജീവനക്കാരൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ തൊഴിലില്ലാതെ അല്ലെങ്കിൽ ജോലി ചെയ്യാതെ നിൽക്കുന്നത്? അയാൾ പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം അയക്കുന്നത് എന്നെല്ലാമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള റാഡിക്കലൈസേഷന് ഇയാൾ വിധേയമായിട്ടുണ്ടോ എന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇയാളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ ഇയാളുടെ പിതാവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇദ്ദേഹം ഒരു ISRO ജീവനക്കാരനായിരുന്നു, മുൻ ISRO ജീവനക്കാരനായിരുന്നു എന്ന വസ്തുത കേന്ദ്ര ഏജൻസികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇവർ ഇക്കാര്യത്തിൽ പിതാവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടക്കം കർശനമായ അന്വേഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ അല്ല, ഈ ലോഹിത്തിനെ മാത്രം കേന്ദ്രീകരിച്ചല്ല അന്വേഷണം നീങ്ങുന്നത്. ഇത് ഒട്ടനവധി വ്യക്തികളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കാരണം ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു വധശ്രമമാണ്. അദ്ദേഹം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നരേന്ദ്രമോദിയെ ചിന്നിച്ചിതറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണ പദ്ധതി ആയിരിക്കാം ഇത് എന്ന് സംശയിക്കുന്നുണ്ട് അന്വേഷണ ഏജൻസികൾ. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി അല്ലെങ്കിൽ ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നൊക്കെയാണ് ഇപ്പോൾ വളരെ വിശദമായി തന്നെ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുക്കുന്നത്. കാരണം ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ഇത്തരം ബോംബ് ഭീഷണികൾ രാജ്യത്ത് ഉടനീളം ഇപ്പോൾ സംഭവിക്കാറുണ്ട്. വിമാനങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ആശുപത്രികൾക്ക് നേരെ, വിദ്യാലയങ്ങൾക്ക് നേരെയൊക്കെ ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ ഇപ്പോൾ അടുത്ത കാലത്തായി നമ്മൾ കാണുന്നുണ്ട്. ഈ ഭീഷണികളെല്ലാം പിന്നീട് വ്യാജമാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഈ പരിശോധനകളൊക്കെ നടത്തുമ്പോൾ അതിലൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒന്നോ രണ്ടോ വ്യാജ ഭീഷണികൾ മുഴക്കുക, അതിനുശേഷം ഭീഷണി മുഴക്കിയതിന് ശേഷം ഒരു ആക്രമണം നടത്തുക, ഇതാണോ ഈ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി അല്ലെങ്കിൽ ഇതാണോ ശത്രുവിൻ്റെ അല്ലെങ്കിൽ ഭീകരരുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. കാരണം ഈ ലോഹിത് എന്ന ചെറുപ്പക്കാരൻ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുമ്പോൾ അയാളെ കുറ്റകൃത്യത്തിൽ നിന്ന് വിമുക്തനാക്കും. പക്ഷേ അയാളെ ഇതിനോടകം തന്നെ 2-3 തവണ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും വിട്ടയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇയാളാണ് വീണ്ടും ഒരു ബോംബ് ഭീഷണി മുഴക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് മാത്രമാണ് വിശദമായ പരിശോധനകൾ നടക്കുന്നു. ആ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ SPGയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം ഇപ്പോൾ ബാംഗ്ലൂരുവിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ചോദ്യം ചെയ്യലിൽ സംശയമുള്ളവരെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ബാംഗ്ലൂർ പോലെയുള്ള നഗരത്തിൽ വിഘടനവാദ സംഘടനകൾ നേരത്തെ സജീവമായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾക്ക് വലിയ വേരോട്ടമുള്ള നഗരം കൂടിയാണ് ഈ ബംഗളൂരു നഗരം. ISISന്റെ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ അടക്കം നേരത്തെ ഈ നഗരത്തിൽ നിന്നും പിടികൂടിയ സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇത്തരമൊരു വധശ്രമം ഉണ്ടായത് എന്ന കാര്യം വളരെ ഗൗരവകരമാണ്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടു കൂടി കേന്ദ്ര ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കുകയുമാണ്.